ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ റിലീസ് ചെയ്യുമ്പോൾ ചെറിയ ചിത്രങ്ങൾക്ക് തിയേറ്ററുകൾ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടെന്ന് നടി ഗൗരി കിഷൻ. തന്റെ സിനിമാ ജീവിതത്തിൽ ഉണ്ടായ അനുഭവം ഉദാഹരണമാക്കിക്കൊണ്ടാണ് ഗൗരിയുടെ ഈ വെളിപ്പെടുത്തൽ. ഗൗരി നായികയാകുന്ന സാഹസം എന്ന ചിത്രം ഓഗസ്റ്റ് 8-ന് റിലീസിനെത്താൻ ഇരിക്കെയാണ് ഈ തുറന്നു പറച്ചിൽ. ലിറ്റിൽ മിസ് റാവുത്തർ കഴിഞ്ഞ വർഷം റിലീസായ സമയമാണ്. 2018 എന്ന് പറഞ്ഞൊരു മൂവി. പ്രൊമോഷൻ ഒന്നും അത്ര ഇല്ലായിരുന്നു, അവർക്ക് തീരില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു റിലീസ് ചെയ്തു, ഡയറക്റ്റ് റിലീസായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ലിസ്റ്റ് അറിയാമെങ്കിലും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ ഏത് വർക്കാവും. അപ്പം നമ്മൾ ഇതുപോലെ വി വെന്റ് ലെറ്റ്സ് ഗോ അഹെഡ് എന്നുള്ളൊരു വലിയ പടം ഒന്നും അവർ മാർക്കറ്റൊന്നും ചെയ്തില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 2018 പടത്തിൽ ഒഴുക്കത്തിൽ ഞങ്ങളുടെ പടം പോയി, ലിറ്റിൽ മിസ് റാവുത്തർ, ബിക്കോസ് ഓഫ് ദ നമ്പർ ഓഫ് തിയേറ്റേഴ്സ്. സോ അത് ഭയങ്കര ടൈം, എന്താ പറയുക, ഒരു മൊമെന്ററി സംഭവമാണ്. നോബഡി ക്യാൻ പ്രെഡിക്റ്റ് ഇറ്റ്. നമുക്ക് വി ഹാവ് ടു ടേക്ക് ദ ലീപ്പ് ഓഫ് ഫെയ്ത്ത്. ദർ ഇസ് നോ, എന്താ പറയുക, ഒരു ഗോസ്പൽ ഡേറ്റോ അല്ലെങ്കിൽ ഒന്നുമില്ല. ഇഫ് ഇറ്റ്സ് മെന്റ് ടു വർക്ക് ഇൻ ദ തിയേറ്റർ ഇറ്റ് വിൽ വർക്ക്. പക്ഷെ എനിക്ക് ഈ തിയേറ്റർ അവൈലബിലിറ്റി കിട്ടാത്തൊരു ഫീലിംഗ് ഐ ഹാവ് ഫെൽറ്റ് ഇറ്റ്. എൻ്റെ ഒരു മൂവിക്കല്ല, 2-3 പടങ്ങൾക്ക്. അപ്പം ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ആണോന്ന് ചോദിച്ചാൽ അല്ല. അതെനിക്ക് തോന്നുന്നു ദാറ്റ്സ് സംതിങ് വി ഹാവ് ടു അക്സെപ്റ്റ്. അത് ചെറിയ പടങ്ങൾ വലിയ പടങ്ങളിനേക്കാളും ഐ ഡോണ്ട് നോ, ലൈക്ക് നമ്പർ ഓഫ് തിയേറ്റേഴ്സ്, അറ്റ്ലീസ്റ്റ് നമ്മുടെ വർക്ക് ഷോക്കേസ് ചെയ്യാനുള്ളൊരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ലല്ലോ നമുക്ക്. തിയേറ്റേഴ്സ് അങ്ങ് ദാറ്റ്സ് എക്കോണമിക്, എന്താ പറയുക, ബിസിനസ് ഇതാണല്ലോ, ഡിസിഷൻ ആണല്ലോ. അപ്പോൾ സത്യം പറഞ്ഞാൽ അത് ടെൻഷനാണ്. ഇടുക്കി ജില്ലയിൽ പല സർക്കാർ ആശുപത്രികളിലും കിടത്തി ചികിത്സയില്ല. ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും രോഗികളെ കിടത്തി ചികിത്സിക്കുന്നില്ല എന്നാണ് പരാതി. സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലുമായി 500ഓളം കിടക്കകൾ ഉണ്ടെങ്കിലും 120 എണ്ണത്തിൽ മാത്രമാണ് കിടത്തി ചികിത്സ. ഇടുക്കി ജില്ലയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ പലതും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായപ്പോൾ ഗ്രാമീണ മേഖലയ്ക്ക് വലിയ പ്രതീക്ഷ നൽകിയെങ്കിലും പദ്ധതി കാര്യമായി ഫലം കണ്ടോ എന്ന് സംശയമാണ്. ജില്ലയിൽ 24 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ കിടത്തി ചികിത്സ നൽകുവാൻ തക്കവിധം കിടക്കകളോടുകൂടിയ സൗകര്യങ്ങളുണ്ട്. എന്നാൽ 3 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ മാത്രമേ നിലവിൽ കിടത്തി ചികിത്സയുള്ളൂ. ഇവിടെയുള്ളത് 102 കിടക്കകൾ മാത്രം. വാത്തിക്കുടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ നിലച്ചിട്ട് ഏതാണ്ട് 6 വർഷങ്ങളോളം ആകുന്നു. കോവിഡിന് ശേഷം ഇവിടെ കിടത്തി ചികിത്സ ആരംഭിച്ചിട്ടേ ഇല്ല. അതിന് മുമ്പ് വരെ 28 ബെഡുകളിലായിട്ട് കിടത്തി ചികിത്സ ഉണ്ടായിരുന്ന ഒരു സ്ഥാപനമാണിത്. വാത്തിക്കുടി മാത്രമല്ല, തൊട്ടടുത്തുള്ള കഞ്ഞിക്കുഴിയിലും കൊന്നത്തടിയിലെയും ഒക്കെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ അവസ്ഥ ഇതാണ്. യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ ഒരു നയവൈകല്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങളെല്ലാം, അല്ലെങ്കിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെല്ലാം തന്നെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായിട്ട് ഉയർത്തുമ്പോൾ വലിയ രീതിയിലുള്ള അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഡോക്ടർമാരുടെ, ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണത്തിൽ കൂടുതലുണ്ടാവും. കിടത്തി ചികിത്സ തുടരും. വൈകുന്നേരം വരെ OP ഉണ്ടാവുമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നതെങ്കിലും OP ഉണ്ടാവുമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നതെങ്കിലും OP ഒക്കെ ഏതാനും കാലത്തേക്ക് തുടർന്നു. ഇപ്പോൾ ഡോക്ടർമാരുടെ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തക എണ്ണത്തിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. 100 കണക്കിന് രോഗികൾ ചികിത്സ തേടിയെത്തുന്ന വാത്തിക്കുടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സയില്ലാതായിട്ട് വർഷങ്ങളായി. കഞ്ഞിക്കുഴി, ദേവിയാർ കോളനി, രാജാക്കാട്, ഉപ്പുതറ, പീരുമേട് ഉൾപ്പെടെ പ്രധാനപ്പെട്ട മറ്റിടങ്ങളിലും സ്ഥിതി ഇതുതന്നെ. വാഴത്തോപ്പ്, കൊന്നത്തടി, കാമാക്ഷി, മരിയാപുരം എന്നിവിടങ്ങളിലും കിടത്തി ചികിത്സ ഒഴിവാക്കി. ഈ മേഖലയിലുള്ള, പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലയിലുള്ള സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലുകളിൽ ചെല്ലുമ്പോൾ അവിടെ ആവശ്യമായ ചികിത്സ ഇല്ലാതെ മറ്റ് സ്ഥലങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റ് പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ ഈ ഒരു അലംഭാവം അല്ലെങ്കിൽ അനാസ്ഥ കാണിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഹൈറേഞ്ചിനെ സംബന്ധിച്ച് തോട്ടം മേഖലയിൽ ഉൾപ്പെടെ, അല്ലെങ്കിൽ ഇതുപോലെ വിദൂര പ്രദേശങ്ങളിൽ നിന്ന് ചികിത്സ തേടിയെത്തുന്ന ആളുകളെ സംബന്ധിച്ച് ഈ വർഷകാലത്ത് വലിയ രീതിയിലേക്കുള്ള പനി ഉൾപ്പെടെയുള്ള മറ്റ് പകർച്ചവ്യാധികളെല്ലാം പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് കൃത്യമായ ചികിത്സ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ഡോക്ടർമാരെ കാണാൻ തന്നെ ഏറെ നേരം ക്യൂ നിൽക്കേണ്ട സാഹചര്യം, അവിടെ തന്നെ എത്തി കഴിഞ്ഞതിന് ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം, അല്ലെങ്കിൽ അവിടെ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു രോഗിയെ സംബന്ധിച്ചാണെങ്കിൽ പിന്നെ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഏറെ ദൂരം യാത്ര ചെയ്ത് പോകേണ്ട ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ സർക്കാരിൻ്റെ കൃത്യമായ, വളരെ കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഉണ്ടാവണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തിയതോടെ വൈകിട്ട് 6 മണിവരെ OP ഉണ്ടാകുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ തുടക്കത്തിലുണ്ടായിരുന്ന താൽപര്യം പിന്നീടുണ്ടായില്ല. ആരോഗ്യവകുപ്പിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും അടിയന്തര ഇടപെടൽ ഇക്കാര്യത്തിൽ ആവശ്യമാണ്. ന്യൂസ് 18 ഇടുക്കി.
ഇടുക്കി കൊന്നത്തടി പഞ്ചായത്തിൽ ജലജീവൻ മിഷൻ പദ്ധതിയുടെ പണികളിൽ വൻ അഴിമതിയുള്ളതായി ആരോപണം. മാസങ്ങൾക്ക് മുൻപ് പൈപ്പുകൾ സ്ഥാപിച്ചതിലും ഇപ്പോൾ നടക്കുന്ന കോൺക്രീറ്റ് ജോലികളിലും ക്രമക്കേട് നടക്കുന്നതായാണ് ആരോപണം. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇടുക്കി കൊന്നത്തടി പഞ്ചായത്തിൽ നടക്കുന്ന ജലജീവൻ മിഷന്റെ പ്രവർത്തനങ്ങളിലാണ് അഴിമതിയുള്ളതായി നാട്ടുകാർ ആരോപിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പാക്കുന്ന ജലജീവൻ മിഷൻ പണികൾ തികച്ചും ഗുണമേന്മയില്ലാത്ത വിധത്തിലാണ് നടക്കുന്നതെന്നാണ് ആരോപണം. വൃത്തിയായി ടാറിംഗ് പൂർത്തീകരിച്ച റോഡിന്റെ വശങ്ങളിൽ കൂടി ട്രഞ്ച് വെട്ടി പൈപ്പുകൾ സ്ഥാപിച്ചാൽ അതിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പാക്കണമെന്ന് വ്യവസ്ഥയുണ്ട്. എന്നാൽ കൊന്നത്തടി പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ യാതൊരു ഗുണമേന്മയും ഇല്ലാത്ത വിധമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. വേണ്ടത്ര സിമന്റ് ചേർക്കാതെയും മെറ്റൽ നാമമാത്രമായി ഉപയോഗിച്ച ശേഷം പാറപ്പൊടി കൂടുതലായി ചേർക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടതോടെ കഴിഞ്ഞ ദിവസം നാട്ടുകാർ ഇടപെട്ട് ജോലികൾ തടഞ്ഞുവെച്ചു. മണ്ഡലത്തിൽ തന്നെ ജൽജീവൻ മിഷനിൽ നടക്കുന്നത് വലിയ അഴിമതിയാണ്. CPM ഭരിക്കുന്ന കൊന്നത്തടി പഞ്ചായത്തിലാകട്ടെ ഇതിനെല്ലാം ഒത്താശ ചെയ്യുന്ന ഒരു ഭരണസമിതിയാണ് ഉള്ളത്. 1 മീറ്റർ താഴത്തിൽ പൈപ്പ് ഇടേണ്ടടുത്ത് വെറും 30 സെന്റിമീറ്ററാണ് താത്തിയിടുന്നത്. റോഡുകൾ മൊത്തം കുത്തിപ്പൊളിച്ചിട്ട് 15 സെന്റിമീറ്റർ കനത്തിൽ കോൺക്രീറ്റ് ചെയ്യേണ്ടടുത്ത് ഇവർ വെറും 8 സെന്റിമീറ്ററാണ് കനമാണ് കൊടുക്കുന്നത്. ഇതിനുപയോഗിക്കുന്ന നിർമ്മാണ സാമഗ്രികളാകട്ടെ വളരെ ലോ ക്വാളിറ്റിയിലുള്ള സാമഗ്രികൾ ഉപയോഗിച്ചാണ് ഇവർ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു സൈറ്റ് സൂപ്പർവൈസർ ഇല്ല, ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരില്ല. ഇവിടെയുള്ള സൂപ്പർവൈസർ എല്ലാം മന്ത്രിയുടെ പാർട്ടിയുടെ അനുയായികൾ മാത്രമാണുള്ളത്. 1 മീറ്റർ ആഴത്തിൽ ട്രഞ്ച് സ്ഥാപിച്ചു വേണം പൈപ്പിടാൻ. മണ്ണിട്ട് മൂടിയ ഭാഗത്ത് 15 സെന്റിമീറ്ററിൽ കുറയാത്ത ഘനത്തിൽ കോൺക്രീറ്റ് ചെയ്യണമെന്നുമാണ് വ്യവസ്ഥ. എന്നാൽ പലയിടത്തും 1.5 അടി മാത്രം ആഴത്തിൽ പൈപ്പിട്ട ശേഷം 7-8 സെന്റിമീറ്റർ ഘനത്തിൽ മാത്രമാണ് കോൺക്രീറ്റ് ചെയ്യുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ ജലസേചന വകുപ്പിന്റെയോ പഞ്ചായത്തിന്റെയോ സാങ്കേതിക വിഭാഗത്തിൽപ്പെട്ടവർ ആരുമില്ല. കൊന്നത്തടിയിലെ ജലജീവൻ മിഷൻ പ്രവർത്തനങ്ങളിൽ അധികൃതരുടെ ഇടപെടലും അന്വേഷണവും ഉണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പല ആദിവാസി മേഖലകളിലും മൊബൈൽ റേഞ്ച് ഇല്ലാത്തത് ജനങ്ങളെ സാരമായി ബാധിക്കുന്നുണ്ട്. 3-ാം മൈൽ, 5-ാം മൈൽ, 6-ാം മൈൽ മേഖലകളിലാണ് മൊബൈൽ ടവറുകളുടെ പ്രസരണശേഷി കുറവുള്ളത് മൂലം പ്രതിസന്ധി നേരിടുന്നത്. കുട്ടികളുടെ പഠനത്തെ അടക്കം ഇത് ബാധിക്കുന്നുണ്ട്. നേര്യമംഗലം വനമേഖലയുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമായ 3-ാം മൈൽ, 5-ാം മൈൽ, 6-ാം മൈൽ ആദിവാസി മേഖലകൾ. സമീപ പ്രദേശങ്ങൾ വനാതിർത്തികളായതിനാൽ ആദിവാസി വിഭാഗങ്ങൾ കൂടുതൽ താമസിക്കുന്നുണ്ടിവിടെ. പ്രദേശത്ത് മൊബൈൽ നെറ്റ്വർക്ക് ഇല്ലാത്തതാണ് ജനങ്ങളെ വലയ്ക്കുന്നത്. കാറിന്റെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് റേഞ്ച് പവറാക്കി തരാൻ അടിയന്തരമായിട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തീരുമാനം ഉണ്ടാക്കി തരണം. ഇത്ര കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ കഴിയാറില്ല. വനമേഖലയിലെ വന്യമൃഗശല്യം രൂക്ഷമാകുമ്പോൾ ഉന്നതിയിലെ ആളുകൾക്ക് പരസ്പരം ബന്ധപ്പെടാനും വനപാലകരെ വിവരങ്ങൾ അറിയിക്കാനും കഴിയുന്നില്ല. ഒപ്പം സർക്കാർ സേവനങ്ങളും ഇവരിലേക്ക് എത്താൻ വൈകുന്നു. പ്രശ്നത്തിൽ അടിയന്തര പരിഹാരം തേടുകയാണ് മേഖലയിലെ താമസക്കാർ. ന്യൂസ് 18 അടിമാലി. പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം മുട്ടത്തറയിൽ മത്സ്യത്തൊഴിലാളികൾക്കായി നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയം ഇന്ന് കൈമാറും. പണി പൂർത്തിയായ 332 ഫ്ളാറ്റുകളുടെ താക്കോൽ ദാനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കുക. തീരദേശ ജനതയ്ക്ക് പ്രത്യാശയേകുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിന് പ്രത്യാശ എന്ന് തന്നെയാണ് പേര് നൽകിയിരിക്കുന്നത്. തീരദേശവാസികളുടെ തീരാ ദുരിതത്തിന് പരിഹാരം. ഓരോ മഴയിലും കടൽക്ഷോഭത്തിലും കിടപ്പാടം കടലെടുക്കും. പിന്നെ മാസങ്ങളോളം സ്കൂളുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലും. കുറച്ചുപേർക്കെങ്കിലും ആ ദുരിത ജീവിതകാലം മറക്കാം. മനോഹരമായ ഫ്ളാറ്റ് സമുച്ചയം. 2 കിടപ്പുമുറികൾ, ഹാൾ, അടുക്കള, ബാത്റൂം എന്നിവ ഓരോ ഫ്ളാറ്റിലും ഉണ്ടാകും. 4 ഫ്ളാറ്റുകളുള്ള ഓരോ ബ്ലോക്കുകൾ. 2 വർഷം കൊണ്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഇതിൽ സഹകരിച്ച എല്ലാവരോടും ഫിഷറീസ് വകുപ്പിന് വേണ്ടിയുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനകരമായ ഒരു നിമിഷമായിട്ടാണ് ഞാൻ കാണുന്നത്.
വിഴിഞ്ഞം സമരത്തിന്റെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്നുകൂടിയാണ് നിറവേറ്റപ്പെടുന്നത്. മുട്ടത്തറ വില്ലേജിൽ 2023 നിർമ്മാണം ആരംഭിച്ചത്. ക്ഷീരവികസന വകുപ്പിൽ നിന്ന് ഫിഷറീസ് വകുപ്പിന് കൈമാറി കിട്ടിയ 8 ഏക്കർ സ്ഥലത്താണ് ഫ്ളാറ്റ് സമുച്ചയം. അടുത്ത ഘട്ടത്തിൽ 68 ഫ്ളാറ്റുകൾ കൂടി കൈമാറും. കൊച്ചുവേളിയിൽ 168 ഫ്ളാറ്റുകളും സെന്റ് ആന്റണീസിൽ 24 ഫ്ളാറ്റുകളും നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. കടലാക്രമണ ഭീഷണിയിൽ നിന്നും സുരക്ഷിതത്വം ഒരുക്കുന്നതിനൊപ്പം തന്നെ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടുത്തെ ഓരോ വീടുകളിലും ഒരുക്കിയിട്ടുണ്ട്. തീരദേശ മേഖലയിലെ ജനങ്ങളുടെ ഭാവി കൂടി കണക്കിലെടുത്താണ് സർക്കാർ ഇത്തരത്തിലൊരു ബൃഹത് പദ്ധതിക്ക് രൂപം നൽകിയത്. ക്യാമറമാൻ ബിപിൻ മുരളിയോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18, തിരുവനന്തപുരം.